നിങ്ങൾ ഈ ഗുഹകളിലൂടെയൊക്കെ സഞ്ചരിച്ചിട്ടുണ്ടോ? യാത്രകളൊക്കെ ചെയ്യുന്ന സമയത്ത് അങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഗുഹയുടെ ഉള്ളിൽ പ്രവേശിക്കുന്ന സമയത്ത് ബ്രീത്തിങ് പ്രോബ്ലങ്ങളൊക്കെ വരാറുണ്ടല്ലേ? നമ്മൾ കുറച്ച് തന്നെ ഉള്ളോട്ട് പോകുന്ന സമയത്ത്. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയ ഒരു വലിയ ഗുഹയിലൂടെ എത്രത്തോളം വരുന്നതെന്ന് വെച്ചാൽ 24.5 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഒരു തുരങ്കപാതയിലൂടെ പോകുന്ന സമയത്ത് എത്രത്തോളം വലിയ പ്രശ്നങ്ങളായിരിക്കും നമുക്ക് വരാൻ പോകുന്നത് അല്ലേ? അതെ, നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് അതിശയകരമായിട്ടുള്ള ഒരു എഞ്ചിനീയറിംഗ് വൈഭവത്തെക്കുറിച്ചാണ്. 24.5 കിലോമീറ്റർ ദൈർഘ്യമുള്ള ലോകത്തിലെ തന്നെ ഏറ്റവും ദൈർഘ്യമേറിയിട്ടുള്ള അല്ലെങ്കിൽ ലോകത്തിലെ തന്നെ ഏറ്റവും നീളം കൂടിയിട്ടുള്ള ടണൽ പ്രൊജക്റ്റ് ആയിട്ടുള്ള ലേഡർ ടണൽ പ്രൊജക്റ്റിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. വെൽക്കം ടു എൻട്രി. മൈ നെയിം ഈസ് മുഹമ്മദ് ഷാദ്. എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് അതിൻ്റെ പീക്കിലെത്തുന്നത് വെല്ലുവിളികൾ നിറഞ്ഞ പ്രൊജക്റ്റുകൾ വരുന്ന സമയത്താണ്. അതുപോലെ എഞ്ചിനീയേഴ്സിന് ഏറ്റവും അധികം വെല്ലുവിളികൾ നിറഞ്ഞ ഒരു പ്രൊജക്റ്റ് ആയിരുന്നു നോർവേയിലെ ലേഡൽ ടണൽ പ്രൊജക്റ്റ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നോർവേയിലെ തന്നെ ഏറ്റവും സ്ട്രാറ്റജിക്കൽ ആയിട്ടുള്ള 2 സ്ഥലങ്ങളെ, ഓസ്ലോ ബീജിൻ സ്ഥലങ്ങളെ ബന്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു ഈ ഒരു ലേഡൽ ടണൽ നിർമ്മിച്ചിട്ടുള്ളത് എന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു നിർമ്മാണാനുമതി വന്നിട്ടുണ്ടായിരുന്നത് 1995-ലാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ഏതാണ്ട് 10-25 വർഷങ്ങൾക്ക് മുമ്പാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ഒരു ടണൽ 30 വർഷങ്ങൾക്ക് മുമ്പാണ് ഈ ഒരു ടണലിന്റെ നിർമ്മാണം ആരംഭിക്കുന്നത് തന്നെ. അപ്പം അത്രയും ടെക്നോളജി അഡ്വാൻസ് ആയിട്ട് വരുന്ന ഒരു സമയമാണ് അല്ലേ? അപ്പം നമ്മൾ പറയാറുണ്ട്, ഇപ്പം ഞാൻ കഴിഞ്ഞ റീസെൻ്റ് ആയിട്ട് തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു വയനാട് ടണൽ പ്രൊജക്റ്റിനെ കുറിച്ച്. അപ്പം വയനാട് ടണൽ പ്രൊജക്റ്റ് എന്ന് പറയുമ്പോൾ അതൊരു 8 കിലോമീറ്റർ ആണുള്ളത്. അതേപോലെ കതിരാൻ തുരങ്കം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, 1 കിലോമീറ്റർ മാത്രമാണ് അതിൻ്റെ ദൈർഘ്യം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കുന്ന സമയത്ത് അതിനെക്കാട്ടിലും ഒരു 10-30 വർഷങ്ങൾക്ക് മുമ്പ് ഇത്രയും വലിയൊരു ടണൽ പ്രൊജക്റ്റ് നിർമ്മിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന സമയത്ത് എഞ്ചിനീയേഴ്സിനെ നമ്മൾ 100% അഭിനന്ദിച്ചേ മതിയാവുള്ളൂ. കാരണം അവരുടെ പ്രൊജക്റ്റ് എന്ന് പറയുന്നത് അത്രത്തോളം എന്താ പറയുക, വെല്ലുവിളികൾ നിറഞ്ഞതാണ്. എന്തൊക്കെയാണ് ഈ ഒരു നിർമ്മാണ സമയത്ത് അവർ നേരിട്ട വെല്ലുവിളികൾ, അതിനെ എങ്ങനെയാണ് അവർ ഓവർകം ചെയ്തിട്ടുള്ളത് എന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പരിശോധിക്കാം. അപ്പോൾ ഈ ഒരു നിർമ്മാണം ആരംഭിക്കുന്നത് ഞാൻ പറഞ്ഞു 1995-ലാണ് നോർവേ ഗവൺമെൻറ് ഇതിനുള്ളൊരു അപ്രൂവലും അതേപോലെ തന്നെ ഇതിൻ്റെ നിർമ്മാണവും ആരംഭിക്കുന്നത്. കൃത്യം 5 വർഷങ്ങൾ കൊണ്ട് തന്നെ ഈ ഒരു ടണലിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കാൻ സാധിച്ചു. നിർമ്മാണത്തിൻ്റെ ഒരു രീതി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡ്രിൽ ആൻഡ് ബ്ലാസ്റ്റ് എന്ന് പറയുന്ന മെത്തേഡാണ് അവിടെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ടാണ് ഡ്രിൽ ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലെങ്കിൽ ബ്ലാസ്റ്റ് ചെയ്തിട്ടാണ് അവർ എന്ത് ചെയ്തത്, ഈ ഒരു തുരങ്ക നിർമ്മാണം ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. ഒരുപാട് വെല്ലുവിളികൾ അവിടെ വരുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അവിടെ വർക്കേഴ്സിൻ്റെ സേഫ്റ്റി എന്ന് പറഞ്ഞാൽ എൻഷുർ ചെയ്യുക വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അതേപോലെ തന്നെ ഈ തുരങ്ക നിർമ്മാണം പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ 24.5 കിലോമീറ്റർ ആണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു തുരങ്കം വരുന്നത്. ഒരു പാറ തുളച്ച് 24.5 കിലോമീറ്റർ നമുക്ക് സഞ്ചരിക്കാനുണ്ട് എന്ന് പറയുമ്പോൾ അതിൽ ഏറ്റവും വലിയ വെല്ലുവിളിയായിട്ട് വരാൻ പോകുന്നത് എയർ സർക്കുലേഷൻ സിസ്റ്റം തന്നെയാണ്. അതിനെ എഞ്ചിനീയേഴ്സ് അഡ്രസ്സ് ചെയ്ത രീതി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡ് തന്നെയാണെന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഒന്നാമതായിട്ട് അവർ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, എക്സോസ്റ്റഡ് എയറിനെ അവർ എന്ത് ചെയ്തിട്ടുണ്ട്, കൃത്യമായിട്ട് പമ്പ് ഔട്ട് ചെയ്യാൻ വേണ്ടി ഫാൻസ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ പ്രഷർ ബാലൻസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഫ്രഷ് എയറിനെ അവർ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, പമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം കൃത്യമായിട്ട് അവർ മാനേജ് ചെയ്തിട്ടുണ്ട്. ഇത് കൂടാതെ നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ ഒരു തുരങ്കപാതയിലൂടെ സഞ്ചരിക്കാൻ പോകുന്നത് വാഹനങ്ങളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ CO2 എമിഷൻ വളരെ കൂടുതലായിട്ട് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ട് സെൻസർ ചെയ്യാൻ ഒപ്റ്റിക്കൽ സെൻസർ ഉപയോഗിച്ചുകൊണ്ട് CO2 ഡിറ്റക്ഷൻ അവിടെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇംപ്ലിമെൻറ്റ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഫ്രഷ് എയർ സർക്കുലേഷൻ എന്ന് പറയുന്നത് കൃത്യമായിട്ട് ഒരു എയർ സർക്കുലേഷൻ സിസ്റ്റത്തിന് വേണ്ടിയിട്ടുള്ള ഒരു മികച്ച ഡിസൈൻ തന്നെയാണ് എഞ്ചിനീയേഴ്സ് അവിടെ കാഴ്ചവെച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാൻ പറ്റും. കാരണം ഇപ്പോഴും ഈ ഒരു തുരങ്കപാത ഏറ്റവും മികച്ച രീതിയിൽ വർക്ക് ചെയ്യുന്നു എന്നറിയുമ്പോഴാണ് ഈ ഒരു പ്രൊജക്റ്റിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇന്നർ ഡീറ്റെയിൽസിലേക്ക് അല്ലെങ്കിൽ അതിൻ്റെ ഒരു പെർഫെക്ഷനിലേക്ക് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി ഈ ഒരു പ്രൊജക്റ്റിലെ പ്രത്യേകതകൾ നോക്കുകയാണെങ്കിൽ 24.5 കിലോമീറ്റർ ദൈർഘ്യമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൽ സ്വാഭാവികമായിട്ടും ഒരേ ലൈറ്റിംഗ് അല്ല അവർ ഉപയോഗിച്ചിട്ടുള്ളത്. അവർ സൈക്കോളജിക്കൽ ആസ്പെക്റ്റൂടെ അവർ കൺസിഡർ ചെയ്തിട്ടുണ്ട്. അതായത് ഒരേ ലൈറ്റിലൂടെ തന്നെ 24.5 കിലോമീറ്റർ സഞ്ചരിക്കുന്ന സമയത്ത് ഒരു പക്ഷേ ഡ്രൈവർക്ക് ഉണ്ടാവാൻ പോകുന്ന ബുദ്ധിമുട്ടുകളൊക്കെ അല്ലെങ്കിൽ ഒരു സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഡിസഡ്വാൻറ്റേജുകൾ അത് ഓവർകം ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഓരോ 6 കിലോമീറ്റർ ദൂരത്തിലും എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു കേവ്സുകൾ ഫോർമാറ്റിൽ അവർ രൂപകൽപ്പന ചെയ്തിട്ടുണ്ട്. അതിൽ ആംബിയൻ ലൈറ്റിംഗ്, ബ്ലൂ കളറൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ആംബിയൻ കളേഴ്സൊക്കെയാണ് അവിടെ യൂസ് ചെയ്തിട്ടുള്ളത് എന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം ഡ്രൈവേഴ്സിൻ്റെ കണ്ണിന് ഏറ്റവും എന്താ പറയുക, സുഗമമായിട്ടുള്ള രീതിയിൽ സഞ്ചരിക്കാവുന്ന രീതിയിലുള്ള ഒരു ലൈറ്റിംഗ് സിസ്റ്റമാണ് അവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ ഓരോ 250 മീറ്ററിലും അവരെന്ത് ചെയ്തിട്ടുണ്ട്, എമർജൻസി ടെലിഫോൺ സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇവാക്വേഷൻ വേണമെന്നുണ്ടെങ്കിൽ അതിന് സജ്ജമായിക്കൊണ്ട് ഈ ടണൽ പ്രൊജക്റ്റിൻ്റെ 2 സൈഡിലായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു എമർജൻസി ടീമിനെയും അവരെന്ത് ചെയ്തിട്ടുണ്ട്, അവർ നിലനിർത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എല്ലാ തരത്തിലുള്ള സേഫ്റ്റി ആസ്പെക്റ്റുകളും അവർ കൃത്യമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, എൻഷുർ ചെയ്തുകൊണ്ടാണ് ഈ ഒരു പ്രൊജക്റ്റ് മുന്നോട്ട് പോയിട്ടുള്ളത്. അപ്പോൾ 24.5 കിലോമീറ്റർ ദൈർഘ്യമാണ് എന്ത് ചെയ്യാൻ
ചെയ്യാനുള്ളത്, സഞ്ചരിക്കാനുള്ളത്. അപ്പോൾ അത് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ സഞ്ചരിക്കാൻ കഴിയുന്ന രീതിയിലാണ് ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചിട്ടുള്ളതും. അത് കൃത്യമായിട്ട് വെറും 5 വർഷങ്ങൾ കൊണ്ട് അത് പൂർത്തീകരിക്കാനും എന്ത് ചെയ്തിട്ടുണ്ട്, കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ടോട്ടൽ കോസ്റ്റ് ഓഫ് ദ പ്രൊജക്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ $113 മില്യൺ. അത് ഒരു പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാക്കുകയാണെങ്കിൽ ഇത് അതായത് 30 വർഷങ്ങൾക്ക് മുമ്പാണ് ഇത്രയും എമൗണ്ട് സ്പെൻഡ് ചെയ്തതെന്ന് പറയുന്ന സമയത്താണ്. ഇപ്പം നോക്കുന്ന സമയത്ത് ഒരു പക്ഷേ വലിയൊരു എമൗണ്ട് ആയിട്ട് തോന്നില്ലെങ്കിലും അത്രയും എന്ത് ചെയ്തിട്ടുണ്ട്, ആ ഒരു സമയത്ത് ചിലവാക്കി എന്ന് പറയുന്ന സമയത്താണ് ഇതിൻ്റെ ഒരു വാല്യൂ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. തീർച്ചയായിട്ടും നോർവേയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ട്രാറ്റജിക്കലായിട്ടുള്ള ഒരു മൂവ് തന്നെയായിരുന്നു ഈ ഒരു പാതയുടെ നിർമ്മാണം എന്ന് പറയുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ ഇന്ത്യയിലുള്ള ഇതേപോലുള്ള തുരങ്കപാതകൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മാതൃകയാക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ അവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഒരുപക്ഷെ തീർച്ചയായിട്ടും റെഫറൻസ് എടുക്കുന്നുണ്ടായിരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും നീളം കൂടിയിട്ടുള്ള ഇതേപോലുള്ള തുരങ്കപാത അറിയുന്ന ആളുകൾ എൻ്റെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. കേരളത്തിൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കതിരാൻ തുരങ്കം എന്ന് പറയുന്നത് 1 കിലോമീറ്ററിന് താഴെ മാത്രമേ അതിൻ്റെ ഒരു ലെങ്ത് വരുന്നുള്ളൂ. എന്നാൽ പ്രപ്പോസ് ആയിട്ടുള്ള വയനാട് ടണൽ പ്രൊജക്റ്റ് എന്ന് പറയുന്നത് 8 കിലോമീറ്ററോളം എന്ത് ചെയ്യാനുണ്ട്, സഞ്ചരിക്കാനുണ്ട്. അപ്പോൾ ഇവിടെയും ഇതേപോലുള്ള ഒരുപാട് വെല്ലുവിളികൾ വരാൻ സാധ്യതയുണ്ട്. നമ്മൾ പാരിസ്ഥിതികമായിട്ടുള്ള വെല്ലുവിളികളെക്കുറിച്ച് മാത്രമല്ല, ഇതിൻ്റെ നിർമ്മാണ രംഗത്ത് മുന്നോട്ട് പോകുന്ന സമയത്ത് പല വെല്ലുവിളികളും, വർക്കേഴ്സിൻ്റെ സെക്യൂരിറ്റി ആൻഡ് അതേപോലെ തന്നെ അവർക്ക് നേരിടാൻ പോകുന്ന, അതായത് വർക്കേഴ്സ് നേരിടാൻ പോകുന്ന പ്രശ്നങ്ങൾ, ഈ പറഞ്ഞിരിക്കുന്ന എയർ സർക്കുലേഷൻ സിസ്റ്റം, അതേപോലെ തന്നെ ലൈറ്റിങ്, സൈക്കോളജിക്കൽ ആസ്പെക്റ്റ്, അതേപോലെ തന്നെ ഏതെങ്കിലും തരത്തിൽ, അതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഏതെങ്കിലും ഒരു ട്രാക്കിൽ നിന്ന് മറ്റൊരു ട്രാക്കിലേക്കുള്ള യു ടേൺസുകളൊക്കെ ഓരോ 6 കിലോമീറ്റേഴ്സിൽ എന്ത് ചെയ്തിട്ടുണ്ട്, പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ ആ രീതിയിൽ എല്ലാ ആസ്പെക്റ്റും എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ കൃത്യമായിട്ട് എൻഷുർ ചെയ്തിട്ടുണ്ട് എന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ലോകത്തിലെ വിസ്മയകരമായിട്ടുള്ള എഞ്ചിനീയറിംഗ് പ്രൊജക്റ്റുകളിൽപ്പെട്ട ഒന്ന് തന്നെയാണ് ലേഡൽ ടണൽ പ്രൊജക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതേപോലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എഞ്ചിനീയറിംഗ് വൈഭവങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാൻ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മൾ എപ്പോഴും നമ്മുടെ കൺസ്ട്രക്ഷൻ മേഖലയിൽ ഒരുപാട് കൺസ്ട്രക്ഷൻ നമ്മുടെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇതേപോലെ മെഗാ പ്രൊജക്റ്റുകളായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടങ്ങളിലേക്കൊക്കെ നിങ്ങൾക്ക്, അതായത് നിങ്ങളും ഒരു ലോകത്തിലെ ഒരു മെഗാ പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട് മാറണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കിൽ സെറ്റ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്, ഇമ്പ്രൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ലേഡൽ ടണൽ പ്രൊജക്റ്റ് എന്ന് പറയുന്നത് എല്ലാ എഞ്ചിനീയേഴ്സിനും ഒരു മാതൃക തന്നെയാണ്. നിങ്ങളുടെ സ്കിൽ സെറ്റ് ഇമ്പ്രൂവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോന് താഴെയുള്ള ലിങ്കിലൊന്ന് നിങ്ങളുടെ പേര് രജിസ്റ്റർ ചെയ്യുക. ഒരുപാട് സിവിൽ എഞ്ചിനീയറിംഗ്, കൺസ്ട്രക്ഷൻ, അപ്സ്കില്ലിംഗ് മേഖലകൾ നമ്മൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരും. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.